ഹായ്, ഗുഡ് കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അബാദിൻ്റെ ടർട്ടിൽ ബീച്ച് റിസോർട്ടിലാണ്. അത് മാരാരിക്കുളത്താണ്. അങ്ങനെ 9 മാസത്തെ ലോക്ക്ഡൗണും ശേഷമാണ് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നത്. അതെന്തായാലും കുറച്ച് സേഫ്റ്റിയൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ടർട്ടിൽ ബീച്ച് സെലക്ട് ചെയ്തത്. ഇത് അബാദിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മരങ്ങൾക്കിടയിൽ ചെയറും കസാരയൊക്കെ ഇട്ട് നല്ല ഭംഗിക്ക് അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇത് ബീച്ച് വ്യൂ കോട്ടേജ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ബീച്ച് വ്യൂ ആണ്. അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ്. നമ്മളെന്തായാലും റിസോർട്ട് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഇവിടെ ഉണ്ട്. അതുപോലെ നടക്കാനാണെങ്കിൽ ഒരുപാട് സ്പേസ് തന്നിട്ടുണ്ട് ഇവിടെ. ഈ കാണുന്ന മൊത്തം നല്ല പുല്ലൊക്കെ പിടിപ്പിച്ചേക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങൾ പോലൊരു സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആമ്പലാണുള്ളത്. നിലവിൽ പൂക്കളൊന്നുമില്ല. ഈ കാണുന്നത് ഇവിടെ ചെയ്യുന്ന കൃഷിയാണ്. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. ഇവിടുത്തെ ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ബട്ടർഫ്ലൈസിനെ, പൂമ്പാറ്റകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ചെടികളുമുണ്ട്. വളരെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ നടക്കാനൊക്കെ നല്ല നടപ്പാതയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ നല്ലൊരു ഏരിയ തന്നെ ഗാർഡന് വേണ്ടി തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് ചെടിയെ നോക്കിയാലും പൂമ്പാറ്റ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അതുപോലെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മളിപ്പം നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. സമയം ഏതാണ്ട് 5:30 ആവാനായി. അതുകൊണ്ട് തന്നെ ആ സന്ധ്യ മയങ്ങുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. അബാദിൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണ്. ഇത് ജോബിൻ്റെ ആദ്യത്തെ ബീച്ച് വിസിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഒന്നുകൂടെ ഇറങ്ങിയത്. രാവിലത്തെ വ്യൂ എല്ലാം കൂടെ ഒന്നുകൂടെ കാണാൻ വേണ്ടി. നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു ദിവസത്തേക്കാണ് റൂം എടുത്തത്. നല്ല സേഫ്റ്റി ഉണ്ട്, ഫാമിലിയായിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ 9 മാസത്തെ ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായി പോയ യാത്രയാണിത്. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബായ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.